എത്ര എനർജി ഉണ്ടെങ്കിലും നമ്മൾ നേരത്തെ കുമാരൻ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ചൊരു സംയമനം എന്താണെന്നറിയാമോ, പോലീസിന്റെ നിർദ്ദേശമുണ്ട്. പിന്നെ നമുക്ക് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ആ പർച്ചേസിനുള്ള കൂപ്പൺ പൂരിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ 6-ാം തീയതിയാണ് നമ്മുടെ 5ാം വാർഷികം എന്ന് പറയുന്ന ദിവസം. അതുകൊണ്ട് 7th നമ്മുടെ നറുക്കെടുപ്പ് നടത്തിയിട്ട് 5 പേർക്ക് 25,000 രൂപയുടെ ഷോപ്പിംഗ് വോച്ചറാണ്. അത് NK Silks നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എത്ര സിമ്പിളാണ് അല്ലേ? നമ്മളിങ്ങനെ ആവേശത്തോടെ പ്രദേശങ്ങൾ യൂത്ത് ഇത്രയും ഉറക്കമാണെങ്കിൽ നേരമെടുക്കുന്നവരെ കാണുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളോടായിരിക്കും നമ്മൾ ഇവിടെ ഹനാന്റെ ആരാധകരായിട്ട് എന്തെങ്കിലോടൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് ഒതുക്കിയിരുന്നത്. അപ്പോൾ റിക്വസ്റ്റ് മീഡിയ പീപ്പിൾ, നിങ്ങൾ ഒന്ന് ഒതുങ്ങി നിന്നാൽ മാത്രമേ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ കാണത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ സൈഡിലേക്ക് മാറി നിന്ന് ഈ പ്രോഗ്രാം കവർ ചെയ്യണമെന്ന് മീഡിയയോട് വളരെ ബഹുമാനത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ജനങ്ങളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ വീണ്ടും എടുത്ത് പറയാണ്, പ്ലീസ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അനൗൺസറാണ്. ആദ്യമായിട്ട് വരാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. NK Silks മാളിൻ്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് എത്താൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഹാപ്പി. കാരണം ഞാൻ ഈ ഭാഗത്തേക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഞാൻ മാപ്പ് നോക്കിയപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് തെങ്കാശിലേക്കാണ്, കുറച്ചപ്പുറത്തേക്ക് കുറച്ച്. അപ്പോൾ ലൈക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബോർഡർ കണക്ഷനൊക്കെ ഉള്ള ഏരിയയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വരികയാണെന്താ എനിക്ക് സന്തോഷം മാത്രം. ഇത്രയും ആൾക്കാർ ഈ മഴയത്തും ഈ മഴയുടെ ടൈമിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നതൊക്കെ നേരത്തെ തൊട്ടേ ഇവിടെ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. സോ അവർ ചോദിച്ച ചോദ്യങ്ങളെല്ലാം പോകുന്നത് ജില്ലയിലേക്ക് അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം, പക്ഷെ അതിൽ നിന്ന് ഏറ്റവും കോമൺ ആയിട്ട് ചോദിച്ച ചില പാട്ടുകളില്ലേ, അത് അടിപൊളിയാണ്. ഹനാൻ അത് കണ്ടിട്ടില്ല. ഹനാൻ വരട്ടെ, വരുമ്പോ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടെ വേറൊരാൾ പെയിന്റിംഗ് ആയിട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. കട്ട ഫാൻസ് ആണല്ലേ. ഏതാ ഏറ്റവും ഇഷ്ടമായ
കൂടെ ഞാൻ അടുത്ത പാട്ട് പാടാൻ എല്ലാവരെയും കൂടെ ഞാൻ ഒരു വീഡിയോ എടുത്തോട്ടെ. എല്ലാ പുനലൂർക്കാരുടെയും കൂടെ ഒരു വീഡിയോ. സോ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്ര സ്നേഹമൊന്നും ഇവിടുന്ന് പ്രതീക്ഷിച്ചിട്ടില്ല.